പക്ഷേ ഇപ്പോൾ നടക്കുന്നത് വ്യക്തിയാധിഷ്ഠിത രാഷ്ട്രീയമാണ്. വ്യക്തികളെ സ്വാധീനിക്കുക, വ്യക്തികൾക്ക് എന്തെങ്കിലും സൗകര്യം ചെയ്തു കൊടുക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളുകളെ ഇങ്ങനെ സ്ഥാനാർത്ഥി പട്ടികയിൽ പരിഗണിക്കും. യഥാർത്ഥത്തിൽ പണിയെടുക്കുന്ന പ്രവർത്തകരെ ഔട്ടായി പോവും. സ്വാഭാവികമാണ്. അപ്പോൾ ഇത് കോൺഗ്രസ് പാർട്ടിയിൽ മാത്രമേ കാണുന്നുള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ കോൺഗ്രസിൽ ഇപ്പോഴും പൊട്ടിത്തെറി തുടരുകയാണ്. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപ് ചാലപ്പുറം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ രാജിവെച്ചിരുന്നു. ഒപ്പം കൗൺസിലറായ അൽഫോൺസിയും രാജിവെച്ചു. ഇപ്പോൾ ഇതാ DCC ജനറൽ സെക്രട്ടറി ആയ ബാബുരാജ് അദ്ദേഹവും രാജി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എരഞ്ഞിപ്പാലത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അദ്ദേഹത്തിന്റെ രാജിയിലേക്ക് നയിച്ചിരിക്കുന്നത്. ഏതായാലും ബാബുരാജ് നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് താങ്കളുടെ രാജിയിലേക്ക് നയിച്ചതിന്റെ കാരണം? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കൃത്യമായ മാർഗനിർദ്ദേശങ്ങളടങ്ങിയ ഒരു മാർഗരേഖ പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. ആ മാർഗരേഖ അനുസരിച്ചിട്ട് വാർഡിൽ നിന്ന് വരുന്ന പേരുള്ള ആളുകളെ മാത്രമേ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റുള്ളൂ എന്നുള്ള. എന്നാൽ എരഞ്ഞിപ്പാലം വാർഡ് 65 സംഭവിച്ച് ആ വാർഡിൽ നിന്ന് വരാത്ത ഒരു പേരുകാരനും ആ പ്രദേശവുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരാളും 4.5 വർഷമായിട്ട് സജീവമായി പാർട്ടിയിൽ ഒരു സാന്നിധ്യമില്ലാത്ത വെസ്റ്റിലുള്ള ഒരു മുൻ ബ്ലോക്ക് പ്രസിഡന്റിനെ നൂലിൽ കെട്ടി സ്ഥാനാർത്ഥിയായി എരഞ്ഞിപ്പാലത്ത് ഇറക്കിയിരിക്കുക. അപ്പോൾ സ്വാഭാവികമായി അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കൊക്കെ വികാരമുണ്ട്, വൈകാര്യമായ നിലപാടുണ്ട് അവർക്ക്. അത് പ്രതിഷേധം അറിയിക്കാനുള്ള ചില പ്രയാസങ്ങൾ ചില ആളുകൾക്കുണ്ടാവും. എനിക്ക് ആ പ്രയാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അറിയിക്കുന്നത്. ഈ എരഞ്ഞിപ്പാലം വാർഡിൽ KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ആദ്യം മത്സരിക്കാൻ തീരുമാനിച്ചതെന്ന് പറയുന്നു. അദ്ദേഹം മാറി മറ്റൊരു സ്ഥാനാർത്ഥി വന്നു. അപ്പോൾ അതുകൂടെയാണോ നിങ്ങളുടെ ഒരു പ്രശ്നത്തിന് കാരണമായത്? കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മത്സരിക്കുകയാണെങ്കിൽ ആ പദവിയോടുള്ള ബഹുമാനാർത്ഥം നമ്മൊക്കെ മാറിക്കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ അയാളെ പേര് വരുമ്പോൾ വേറെ ആരെ പേര് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ധാർഷ്ട്യം ശരിയല്ലല്ലോ. പേരുകൾ സ്വാഭാവികമായിട്ട് വരും. ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയല്ലേ പേരുകൾ വന്ന്. ആ പേരുകൾ വന്നത് ശരിയായില്ല. അദ്ദേഹത്തെ പോലുള്ള യോഗ്യനായ ഒരു സംസ്ഥാന ഭാരവാഹിയുടെ വാർഡിൽ മറ്റ് പേരുകൾ വന്നുകൊണ്ട് ഞാൻ അവിടെ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് പോവുകയും പിന്നീട് അദ്ദേഹം എടുത്ത തീരുമാനം ആ ലിസ്റ്റിലുള്ള ആർക്കും അവിടെ സീറ്റ് കൊടുക്കരുതെന്നാണ്. അവിടെ ഒരു ഏകാധിപത്യമായ തീരുമാനം നടക്കുന്നു എന്നുള്ളതാണോ താങ്കൾ പറയുന്നത്? കോഴിക്കോട് DCCയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളാണോ, അല്ലെങ്കിൽ മൊത്തം കോൺഗ്രസ് സംസ്ഥാനമൊട്ടാകെ അത്തരത്തിലുള്ള വിഷയങ്ങളുണ്ടോ എന്നുള്ളതാണോ? സംസ്ഥാനമൊട്ടാകുള്ള വിഷയങ്ങളെ പറ്റി ഒരു ജില്ലാ ഭാരവാഹി എന്ന രീതിയിൽ എനിക്ക് പഠിക്കാൻ സാധിക്കില്ല. എൻ്റെ ജില്ലയിലുള്ള കാര്യങ്ങൾ അല്പസ്വല്പമൊക്കെ എനിക്കറിയാം. കോൺഗ്രസ് പാർട്ടി ആയാലും ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ആദർശാധിഷ്ഠിത രാഷ്ട്രീയത്തെ പ്രവർത്തനമാണ് നമ്മളൊക്കെ നടത്തേണ്ടത്. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് വ്യക്തിയാധിഷ്ഠിത രാഷ്ട്രീയമാണ്. വ്യക്തികളെ സ്വാധീനിക്കുക, വ്യക്തികൾക്ക് എന്തെങ്കിലും സൗകര്യം ചെയ്തു കൊടുക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളുകളെ ഇങ്ങനെ സ്ഥാനാർത്ഥി പട്ടികയിൽ പരിഗണിക്കും. യഥാർത്ഥത്തിൽ പണിയെടുക്കുന്ന പ്രവർത്തകരെ ഔട്ടായി പോവും. സ്വാഭാവികമാണ്. അപ്പോൾ ഇത് കോൺഗ്രസ് പാർട്ടിയിൽ മാത്രമേ കാണുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും ഈ ഒരു സ്ഥാനാർത്ഥി ചർച്ച നടക്കുന്ന സമയത്ത് താങ്കൾ അവിടെ ഉണ്ടായിരിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉന്നയിച്ചിരുന്നോ നേതൃത്വവുമായി ബന്ധപ്പെട്ട്? ഇത്തരത്തിൽ പരാതി ഉന്നയിക്കാൻ ഒരു വധശിക്ഷയ്ക്ക് വിധിച്ച ഒരാളോട് ജഡ്ജി ചോദിക്കും നിങ്ങൾ അവസാനത്തെ ആഗ്രഹം എന്താന്ന്. ഈ സ്ഥാനാർത്ഥി നിർണയം ഈ സ്ഥാനാർത്ഥി അവിടേക്ക് നൂല് കെട്ടിയിറക്കുമ്പോൾ ഒന്ന് അവിടുത്തെ കമ്മിറ്റിയോടൊന്ന് വിളിച്ച് അന്വേഷിക്കണ്ടേ ഇന്നാളാണ് സ്ഥാനാർത്ഥി എന്ന്. നല്ല പ്രതിഷേധിക്കാൻ സാധിക്കുള്ളൂ. സ്ഥാനാർത്ഥി വീട്ടിൽ വരുമ്പോഴാണല്ലോ ഇയാളാണ് സ്ഥാനാർത്ഥി എന്ന് അറിയുന്നത്. അയാളുടെ വ്യക്തിപരമായിട്ടൊരു പ്രശ്നമില്ല, സിസ്റ്റത്തിനുള്ള തകരാറാണ്. ഈ സിസ്റ്റം ശരിയല്ല. കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ സിസ്റ്റം ശരിയല്ല. അയാൾ നല്ല സുഹൃത്താണ്, എൻ്റെ എന്നല്ല എല്ലാം നല്ല സുഹൃത്താണ്, അയാളൊരു പരാതിയില്ല. കോൺഗ്രസ് പാർട്ടിയുടെ സിസ്റ്റം താറുമാറായിരിക്കുക. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷവും നേതൃത്വത്തെ വിവരം അറിയിച്ചിട്ടില്ല. നമുക്ക് ഒരു വിവരം അറിയിച്ചിട്ടും നേതൃത്വത്തിനോട് കാര്യമില്ല. അവർ തീരുമാനിച്ച് നടപ്പിലാവും. രാജിവെക്കുന്ന കാര്യവും നേതൃത്വം അറിയില്ല. തന്നെ രാജിവെച്ചപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, നിങ്ങളിങ്ങനെ കാണിക്കുന്നില്ലേ? അതിനു മുൻപ് ഇതുമായി ബന്ധപ്പെട്ട നടപടികളോ അല്ലെങ്കിൽ പരാതി ഒന്നും തന്നെ നൽകിയിട്ടില്ല. അല്ലെ, പരാതി പറയണ്ട. നമ്മളാണ് ആ വാർഡിൽ ആ നാട്ടിലുള്ള ആൾ മത്സരിക്കണം എന്നാണ് നമ്മൾക്ക് ആവശ്യം. അതന്നെയാണ് KPCCയും പറഞ്ഞത്, മാർഗരേഖയും പറയുന്നത് തന്നെയാണ്, മാനദണ്ഡം അതാ. നിലവിൽ രാജിവെച്ച സാഹചര്യത്തിൽ ഇനി എന്താണ് ഭാവി? മറ്റേതെങ്കിലും പാർട്ടിയുമായി അനുകൂലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ സ്വതന്ത്രമായി മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? സഹപ്രവർത്തകരുമായി ആലോചിച്ച് തീരുമാനമെടുക്കുള്ളൂ. ഒരു പാർട്ടിയിലേക്ക് പോകണം തീരുമാനിച്ചിട്ടില്ല, മത്സരിക്കണം തീരുമാനിച്ചിട്ടില്ല, ഒന്നും തീരുമാനിച്ചില്ല. താങ്കൾ ഒറ്റയ്ക്കാണോ അല്ലെങ്കിൽ നേരത്തെ ചാലപ്പുറം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റിനോടൊപ്പം 11 പേര് രാജിവെച്ചിട്ടുണ്ടായിരുന്നു? അങ്ങനെ ഇതിനെ അനുകൂലിക്കുന്ന ആളുകൾ കൂടെ ഉണ്ടോ? അനുകൂലിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. പക്ഷെ അതൊക്കെ വരും ദിവസങ്ങളിൽ കാണാം.
തീർച്ചയായും എരഞ്ഞിപ്പാലം വാർഡിൽ ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ഇങ്ങനെയൊരു രാജിയിലേക്ക് ബാബുരാജ് പോയിരിക്കുന്നത്. കോഴിക്കോട് DCCയുടെ നേതൃത്വത്തിലുണ്ടായ ചില പിഴവുകളാണ് തന്റെ രാജിക്ക് കാരണമെന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. ക്യാമറ പേഴ്സൺ ജിജീഷ് കെസ്ക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ 1 കോഴിക്കോട്.